ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ അപ്ഡേറ്റ്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചില ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട റൂമറുകളും വാർത്തകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാം. ഒന്നാമത്തെ താരം വിനീഷ്യസ് ജൂനിയർ ആണ്. പുതിയ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ താരത്തിനും റയലിനും ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. താരം ആവശ്യപ്പെടുന്ന ഒരു സാലറി നൽകാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ വിനി ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ ദിവസം കൂടുന്തോറും വർദ്ധിച്ചു വരികയാണ്. ക്ലബിനകത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ സമ്മറിൽ റയൽ അദ്ദേഹത്തെ വിൽക്കാൻ ഒരുക്കമാണ്. ആഴ്സണൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ട്. വിനീഷ്യസ് ജൂനിയർ റയൽ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഓഫർ നൽകാനാണ് ആഴ്സണൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഗണ്ണേഴ്സിലേക്ക് പോവാൻ വിനീഷ്യസ് ജൂനിയർക്ക് വിമുഖതകൾ ഒന്നും ഇല്ല എന്നാണ് അത്ലറ്റിക് എന്ന മാധ്യമം പുതിയതായി കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം വിനീഷ്യസ് ജൂനിയർ ആഴ്സണലുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തി എന്ന ഒരു റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ സ്പാനിഷ് മാധ്യമങ്ങൾ അത് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ താരം ബ്രൂണോ ഗിമറസ് ആണ്. ഈ താരം ആഴ്സണലിന് വേണ്ടി കളിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡും ഗണ്ണേഴ്സും തമ്മിൽ അഗ്രിമെന്റിൽ എത്തി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 90 മില്യൺ യൂറോയാണ് ഈ താരത്തിന് വേണ്ടി ആഴ്സണൽ ഇപ്പോൾ ചിലവഴിക്കുന്നത്. ഇനി മൂന്നാമത്തെ താരം അത് ബെൻഡോയാണ്. ബ്രസീലിയൻ ഗോൾ കീപ്പറായ ഇദ്ദേഹം ഇതുവരെ അൽ നസറിന് വേണ്ടിയാണ് കളിച്ചിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ ഈ ക്ലബ്ബ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പുതിയ ഒരു വിദേശ താരത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ബെൻഡോയെ സൗദി ക്ലബ്ബ് ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഗോൾ കീപ്പർക്ക് പുതിയ ഒരു ക്ലബ്ബ് ഇപ്പോൾ ആവശ്യമായി വരികയാണ്. ഇനി നാലാമത്തെ താരം അത് ഡഗ്ലസ് ലൂയിസ് ആണ്. ഈ ബ്രസീലിയൻ താരം യഥാർത്ഥത്തിൽ യുവന്റസിന്റെ താരമാണ്. ലോൺ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കളിച്ചത്. ഇപ്പോൾ ലൂയിസിന് സ്ഥിരമായി വിൽക്കാൻ യുവന്റസ് തീരുമാനിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. 30 മില്യൺ യൂറോ ലഭിച്ചു കഴിഞ്ഞാൽ താരത്തെ സ്ഥിരമായി കൈവിടാൻ യുവന്റസ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ താരം അത് റയാനാണ്. ഈ ബ്രസീലിയൻ താരത്തിന് ഇപ്പോൾ ഡിമാൻഡുകൾ വർദ്ധിച്ചു വരികയാണ്. ലിവർപൂളിന് പുറമെ ആഴ്സണലും റയാനിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. റയൽ മാഡ്രിഡ്, PSG, ബയൺ മ്യൂണിക്ക് എന്നിവരൊക്കെ മോണിറ്റർ ചെയ്യുന്ന അഥവാ നിരീക്ഷിക്കുന്ന ഒരു താരമാണ് ഇദ്ദേഹം. 85 മില്യൺ പൗണ്ടിന്റെ മുകളിലായിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിലയായിക്കൊണ്ട് ബേൺമൗത്ത് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ആറാമത്തെ താരം അത് സൗസയാണ്. ബ്രസീലിയൻ ലെഫ്റ്റ് ബാക്ക് ആയ ഇദ്ദേഹം ടോട്ടൻഹാമിന്റെ താരമാണ്. ഈ താരത്തെ പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോ സ്വന്തമാക്കുകയാണ്. 20 മില്യൺ യൂറോയായിരിക്കും താരത്തിന് വേണ്ടി അവർ ചിലവഴിക്കുക. പോർട്ടോയും ബെൻഫിക്കയും തമ്മിൽ നല്ല ഒരു ഫൈറ്റാണ് സൗസക്ക് വേണ്ടി ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെ 6 ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.